നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നേപ്പാളിലെ പിടിച്ചുകുലുക്കിയ വൻ ഭൂകമ്പത്തിൽ 32 പേർ മരിച്ചു, 62 പേർക്ക് പരിക്കേറ്റു, 1000-ഓളം വീടുകളും തകർന്നു. നേപ്പാൾ ടിബറ്റ് അതിർത്തിയിൽ രാവിലെ 6:30യോടെയാണ് ഭൂചലനം അനുഭവപ്പെട്ടതെന്ന് US ജിയോളജിക്കൽ സർവേ അറിയിച്ചു. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ടിബറ്റിൽ 10 കിലോമീറ്റർ താഴ്ചയിൽ കേന്ദ്രീകരിച്ചിരുന്നതായി US ജിയോളജിക്കൽ സർവേ അറിയിച്ചു. റിക്ടർ സ്കെയിലിൽ 6.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ചൈന രേഖപ്പെടുത്തിയതെന്ന് AP റിപ്പോർട്ട് ചെയ്തു. ടിബറ്റിലെ ഉയർന്ന ഉയരത്തിലുള്ള കൗണ്ടിയിൽ 62,000 ആളുകൾ താമസിക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് ഭൂകമ്പങ്ങൾ സാധാരണമാണെങ്കിലും കഴിഞ്ഞ 5 വർഷത്തിനിടെ 200 കിലോമീറ്റർ ചുറ്റളവിൽ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ശക്തമായത് ഇന്നത്തേതാണെന്ന് CENC കൂട്ടിച്ചേർത്തു. ഭൂകമ്പമുണ്ടായ പ്രദേശത്ത് കുറഞ്ഞത് 6 തീവ്രതയുള്ള 10 ഭൂചലനങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് USGS പറഞ്ഞു. നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ ഭൂചലനത്തെ തുടർന്ന് ആളുകൾ വീടുകളിൽ നിന്ന് ഇറങ്ങിയോടി. ഉത്തരേന്ത്യയുടെ ചില ഭാഗങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ഭൂചലന സാധ്യതയുള്ള മേഖലയിലാണ് ചൊവ്വാഴ്ചത്തെ ഭൂചലനത്തിന്റെ സ്ഥാനം. റിക്ടർ സ്കെയിലിൽ 6.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ശക്തവും നാശം വിതയ്ക്കാൻ ശേഷിയുമുള്ളതാണെന്ന് വിലയിരുത്തപ്പെടുന്നു. റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഒന്നിലധികം തുടർച്ചലനങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിരവധി കെട്ടിടങ്ങൾ തകർന്ന ഷിഗാറ്റ്സെയുടെ ചുറ്റുപാടുമുള്ള ടിൻഗ്രി കൗണ്ടിയിൽ ചാങ്സുവോ, ക്യുലുവോ, ക്യുവോഗുവ എന്നീ 3 ടൗൺഷിപ്പുകളിലായി 9 പേർ കൊല്ലപ്പെട്ടതായി ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സിൻഹുവ റിപ്പോർട്ട് ചെയ്തു. ഷിഗാറ്റ്സെ നഗരത്തിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ലാറ്റ്സെയിൻ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ റോഡുകൾ മറിക്കും വിധം കിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ടിബറ്റിലെ ഏറ്റവും വിശുദ്ധമായ നഗരങ്ങളിലൊന്നാണ് ഷിഗാറ്റ്സെ. ടിബറ്റൻ ബുദ്ധമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായ പഞ്ചുൽ ലാമയുടെ ഇരിപ്പിടമാണ്. വടക്കേ ഇന്ത്യൻ ബീഹാർ സംസ്ഥാനത്തും നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലും 400 കിലോമീറ്റർ അകലുള്ള ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. കെട്ടിടങ്ങൾ കുലുങ്ങിയതോടെ താമസക്കാർ വീടുകളിൽ നിന്ന് ഇറങ്ങിയോടുന്ന കാഴ്ചയായിരുന്നു. നേപ്പാളിലെ ഹിമാലയൻ മേഖലയിൽ എവറസ്റ്റിന് സമീപമുള്ള ലോബു ഷേഖ് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും ഭൂചലനവും തുടർച്ചലനങ്ങളും മൂലം വിറച്ചു. നേപ്പാളിൽ ഭൂകമ്പത്തിന്റെ ആഘാതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിനെയും മറ്റ് സുരക്ഷാ സേനകളെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നേപ്പാളിലും ചൈനയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലും അടിക്കടി ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഷിഗാറ്റ്സെ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിന് 200 കിലോമീറ്ററിനുള്ളിൽ 3 അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീവ്രതയുള്ള 29 ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയെല്ലാം സമീപകാലത്തേക്കാൾ ചെറുതായിരുന്നു. 2008 ചൈനയിലെ സിച്ചുവാൻ പ്രവിശ്യയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ 70,000 പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്. 2015 നേപ്പാളിലെ ഏറ്റവും ഭീകരമായ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം കാഠ്മണ്ഡുവിനടുത്തുണ്ടായി. ഏകദേശം 9,000 പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഭൂചലനം വളരെ ശക്തമായിരുന്നു. ബീഹാർ വരെ ഭൂചലനം അനുഭവപ്പെട്ടതായി സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകളിൽ പറയുന്നു. ബീഹാറിലെ ഷിയോഹറിൽ പുലർച്ചെയാണ് ഭൂചലനം അനുഭവപ്പെട്ടതെന്ന് ANI റിപ്പോർട്ട് ചെയ്തു. പാട്നയിലെയും കൊൽക്കത്തയിലെയും നിവാസികൾക്കും ഭൂചലനം അനുഭവപ്പെട്ടതായി സോഷ്യൽ മീഡിയയിലെ മറ്റു റിപ്പോർട്ടുകളിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.